നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ജയിലിൽ നിന്നും പുറത്തിറങ്ങി. അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷമുള്ള ജീവിത രീതികൾ കണ്ടു കഴിഞ്ഞാൽ സുനിക്ക് പിന്നിൽ ഏതൊക്കെയോ വമ്പന്മാർ ഉണ്ട് എന്നുള്ളൊരു സംശയം ബലപ്പെടുത്തുന്ന തരത്തിലാണ്. ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൾസർ സുനിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. അതായത് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത് മുതൽ ആഡംബര വാഹനങ്ങളിലാണ് സുനിയുടെ സഞ്ചാരമെന്ന് പറയപ്പെടുന്നത്. ഏകദേശം 1/4 കോടിയോളം വിലയുള്ള വാഹനങ്ങളിലാണ് വിചാരണയ്ക്കായി സുനി കോടതിയിൽ എത്തുന്നത് തന്നെ. വെറുമൊരു ഡ്രൈവർ മാത്രമായിരുന്ന സുനിക്ക് ഇത്രയും വിലയുള്ള വാഹനങ്ങൾ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 20-ാം തീയതിയായിരുന്നു സുനി ജാമ്യം നേടി പുറത്തിറങ്ങിയത്. കർശനമായിട്ടുള്ള വ്യവസ്ഥകളോടെയായിരുന്നു ജാമ്യം അന്ന് അനുവദിച്ചതുപോലും. 10 തവണയോളം ഹൈക്കോടതിയിലും പിന്നീട് 4 തവണ സുപ്രീം കോടതിയിലും പോയതിനു ശേഷമാണ് ഒടുവിൽ ജാമ്യം സുനിക്ക് നേടിയെടുക്കാനായത് എന്നുള്ളതാണ്. ഈ സിനിമാ താരങ്ങളുടെയൊക്കെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാളാണ് സുനി. പൾസർ സുനി എന്ന പേരിൽ അറിയപ്പെടുന്ന സുനി. സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് സുനിയുടെ കുടുംബം ഉള്ളത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെയാണ് തൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് വ്യക്തമാക്കി പൾസർ സുനി എഴുതിയെന്ന് പറയപ്പെടുന്ന കത്തടക്കം അത് പൊതുസമൂഹത്തിന് മുന്നിൽ പുറത്തു വന്നത്. ഇത്രയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സഹായത്തോടെ ആയിരുന്നില്ല ജാമ്യം തേടി സുനി മേൽക്കോടതികളെ സമീപിച്ചിരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്നത്. മാത്രമല്ല, ഒറ്റ സിറ്റിങ്ങിൽ ലക്ഷങ്ങൾ ഫീസായി വാങ്ങിയിരുന്ന പ്രമുഖരായിട്ടുള്ള അഭിഭാഷകരായിരുന്നു സുനിക്ക് വേണ്ടി അന്ന് സുപ്രീം കോടതിയിൽ അടക്കം ഹാജരായത് എന്നുള്ളതാണ്. ജയിലിൽ വെറുമൊരു 63 രൂപ കൂലിക്ക് പണിയെടുക്കുന്ന പൾസർ സുനിക്ക് ഇത്രയും തുക എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളൊരു സംശയം നേരത്തെ ഹൈക്കോടതി തന്നെ ഉന്നയിച്ചിരുന്നതാണ്. ഇപ്പോൾ പൊതുസമൂഹം കൂടി ചിന്തിച്ചു തുടങ്ങുന്നു. സുനിയുടെ സാമ്പത്തിക സ്രോതസ്സിൽ സംശയമുണ്ടെന്നായിരുന്നു അന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നത്. ജാമ്യം അനുവദിച്ച വേളയിൽ 2 ലക്ഷം രൂപ കെട്ടിവയ്ക്കുവാൻ വിചാരണ കോടതി ഉത്തരവിട്ടു. ഈ തുക യാതൊരു പരാതിയുമില്ലാതെ കെട്ടിവെച്ചാണ് സുനി അന്ന് പുറത്തിറങ്ങിയതെന്നുള്ളതാണ്. ഇപ്പോഴിതാ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ആഡംബര വാഹനങ്ങളിൽ അത്യാഡംബരപൂർവ്വം ജീവിക്കുകയാണ് സുനി. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ 2ാം ഘട്ട വിചാരണയ്ക്ക് സുനി കോടതിയിലെത്തിയത് എങ്ങനെയെന്നറിയാമോ? 30 ലക്ഷത്തോളം വില വരുന്ന കിയ കാർണിവൽ എന്ന ആഡംബര വാഹനത്തിൽ. അതിന് 2ാം ദിവസം അദ്ദേഹം എത്തുന്നത് 20 ലക്ഷം രൂപ വില വരുന്ന ഥാർ ജീപ്പിൽ. ഇങ്ങനെ വളരെ വില കൂടിയ ആഡംബര വാഹനങ്ങൾ ഉപയോഗിച്ച് കോടതിയിലേക്ക് തന്നെ വരാനുള്ള മാനസികാവസ്ഥയിലേക്ക് സുനി വളർന്നിരിക്കുന്നു. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഥാർ എന്ന് പറഞ്ഞ ജീപ്പ് പോലും കുട്ടനാടുള്ള കുഞ്ഞുമോളെന്ന ആളുടെ പേരിലുള്ളതാണ് എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം സുനിയുടെ പോക്കുവരവുകളൊക്കെ ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം നിരീക്ഷിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും വില കൂടിയ വാഹനങ്ങളിൽ, ഇത്രയും ആഡംബര വാഹനങ്ങളിലൊക്കെ വരാൻ കഴിയുന്ന തരത്തിലേക്ക് സുനിയുടെ വളർച്ച എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ സുനിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ പുറകിൽ ആരൊക്കെയോ ഉണ്ട്. ഇവിടെ സുനിയുടെ വീടും പോലീസിൻ്റെ നിരീക്ഷണത്തിലാണിപ്പോൾ. പക്ഷേ ജയിലിൽ നിന്നും ഇറങ്ങിയാൽ ഒരു ഫോൺ മാത്രമേ ഉപയോഗിക്കാവൂ എന്നായിരുന്നു സുനിക്ക് കോടതി നൽകിയ നിർദ്ദേശം. പക്ഷേ സുനി തൻ്റെ നമ്പറിൽ നിന്ന് നിരവധി പേരെ ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സുനിയുടെ ഈ ജീവിത രീതികൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സുനിക്ക് പിന്നിൽ ഏതൊക്കെയോ വമ്പന്മാർ അല്ലെങ്കിൽ ആരൊക്കെയോ വലിയ ശക്തികൾ അയാൾക്ക് പിന്നിലുണ്ട് എന്നുള്ള സംശയത്തെ ബലപ്പെടുത്തുന്നതാണ്. കേസിൽ ആകെയുള്ള 8 പ്രതികളിൽ 7 പേരും സാമ്പത്തികമായി ഉയർന്ന പശ്ചാത്തലമുള്ളവരല്ല. എന്നാൽ 8ാം പ്രതി കോടികൾ ആസ്തിയുള്ള ഒരു നടനാണ്. അപ്പോൾ കോടികൾ ആസ്തിയുള്ള നടൻ ദിലീപാണ് 8ാം പ്രതിയായിട്ടുള്ളത്. സുനിക്ക് പിന്നിൽ ദിലീപാണ് എന്നുള്ള ആരോപണമാണ് അതിജീവിതയെ പിന്തുണയ്ക്കുന്നവർ ഇപ്പോൾ ആരോപിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിൽ സുനിയുടെ സാമ്പത്തിക ഉറവിടം എന്താണ് എന്ന് കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ആ സാമ്പത്തിക ഉറവിടം എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ അത്യാഡംബരപൂർവ്വമായിട്ടുള്ള ജീവിതം നയിക്കുന്നത്, ആഡംബരപൂർവ്വമായിട്ടുള്ള കാറുകളിൽ യാത്ര ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്, കോടതികളിലേക്ക് എത്തുന്നത്, ഇതിനൊക്കെ പിന്നിൽ ദിലീപാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം നടൻ ദിലീപുമായി ഏതെങ്കിലും വിധത്തിൽ കണ്ടിട്ടുണ്ട് എന്നും നടൻ ദിലീപുമായി ബന്ധപ്പെട്ടവർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പൾസർ സുനിയെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതുമാണ് പോലീസിന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിൽ സുനിയുടെ സാമ്പത്തിക ഉറവിടമടക്കം കണ്ടെത്തുവാനുള്ള ആവശ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. ആ സാമ്പത്തിക ഉറവിടമടക്കം സ്പെഷ്യൽ ബ്രാഞ്ച് ഉടനടി കണ്ടെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.